എന്താണ് ഇന്നത്തെ സംവാദ മത്സരത്തിന് തയ്യാറായി നിൽക്കുന്ന മത്സരാർത്ഥികളോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് നന്നായിട്ട് മത്സരിക്കാം, പോളിയും തള്ളിയിട്ടരുത്, എന്നെ പേടിപ്പിക്കരുത്, എൻ്റെ അടുത്തല്ല സമ്മതിക്കുന്നത്, തമ്മിലാണെന്നുള്ള ആ ഒരു ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടാവണം. കഴിഞ്ഞ ചില ആഴ്ചകളായി കാണുന്നതെല്ലാം വിചിത്രമായ ചില ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ കാണും. ഇന്ന് ഏതായാലും നല്ല ഊർജ്ജത്തോടെയുള്ള മത്സരാർത്ഥികളാണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നമുക്ക് ഏതായാലും മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ, തിരുവനന്തപുരം. സ്വാഗതം ചെയ്യാം CNN ബോയ്സ് ഹൈസ്കൂൾ, ചേർപ്പ്, തൃശൂർ. പേര് പറയൂ. എൻ്റെ പേര് ശിവാനി എസ് നായർ. ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് ഗൗരിപ്രിയാനു, 8th പഠിക്കുന്നു. ഇനി CNN ബോയ്സ് ഹൈസ്കൂൾ, ചേർപ്പ്, തൃശൂർ. പേര് പറയൂ. നിതിൽ KM, 8ാം തരത്തിൽ പഠിക്കുന്നു. അഭിമന്യു P, 9ാം തരത്തിൽ പഠിക്കുന്നു. അപ്പൊ ഏതായാലും പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നത്തെ സംവാദ മത്സരം തുടങ്ങാല്ലേ? എല്ലാവർക്കും നല്ല എനർജി ഒക്കെ ഉണ്ടല്ലോ. ആരംഭിക്കാം. ഗരുഡവ്യൂഹം. അപ്പൊ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം ശരിക്കും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്ന് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം മാതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതൊരു മനസ്സിൽ പല ചിന്തകൾ നമ്മളെ കൊണ്ടുവരാറുണ്ട്. എന്നാൽ മാതൃത്വത്തിന്റെ കാര്യത്തിൽ കുന്തിയാണോ ഗാന്ധാരിയാണോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. അതായത് പാണ്ഡവ മാതാവാണോ കൗരവ മാതാവാണോ എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിൽ കുന്തിയാണ് എന്ന് പറയാൻ പോകുന്നത് ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറാണ്. ഗാന്ധാരിയാണ് മാതൃത്വത്തിന്റെ കാര്യത്തിൽ മികച്ചത് എന്ന് പറയാൻ പോകുന്നത് CNN ബോയ്സ് ഹൈസ്കൂൾ. ഓക്കെ, തയ്യാറാണല്ലോ? നിങ്ങൾക്ക് ആരംഭിക്കാം. നിങ്ങളുടെ സമയം ഇവിടെ തുടങ്ങുന്നു. കുന്തിയാണ് മാതൃത്വത്തിൽ ഏറ്റവും മികച്ചത്. കാരണം പഞ്ചപാണ്ഡവരിൽ അവരെ ഏറ്റവും ശ്രേഷ്ഠമായി അവരെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചത് കുന്തി തന്നെയാണ്. ഭർത്താവില്ലാണ്ടും അവരെ മാതിരിയെ പോലെ ചിതയിൽ ചാടി മരിക്കാതെ 5 പുത്രന്മാർ താൻ തന്നെ വളർത്തണമല്ലോ, അവരെ നല്ല രീതിയിൽ വളർത്തണമല്ലോ എന്ന്. കുന്തിക്ക് 5 പുത്രന്മാരെല്ലാം ഉണ്ടായിരുന്നത്. കർണൻ എന്നൊരു പുത്രനും കൂടിയും ഉണ്ടായിരുന്നു. കർണൻ എന്ന പുത്രനും കൂടി ഉണ്ടായിരുന്നു. കർണനെ കുന്തി കന്യകയായിരുന്നപ്പോൾ പ്രസവിച്ചതായിരുന്നു. കന്യകയാണെങ്കിലും കർണന്റെ അമ്മയല്ലേ കുന്തി? അതെ, കർണന്റെ അമ്മയാണ് കുന്തി. അപ്പോൾ കർണൻ കൗരവരോടൊപ്പം നിന്ന് വഴിതെറ്റിപ്പോകുമ്പോൾ അവർക്ക് ഗൂഢാലോചന പറഞ്ഞു കൊടുക്കുമ്പോൾ കർണനെ മാറ്റി നിർത്തേണ്ടത് ഒരു അമ്മയുടെ കടമയാണ്. കുന്തി ചെയ്തിരുന്നു. കുന്തി യുദ്ധത്തിന്റെ സമയത്ത് കർണനോട് ചെന്ന് സ്വന്തം 5 മക്കൾക്ക് വേണ്ടി പുത്രഭിക്ഷ ചോദിക്കുന്നുണ്ട്. അവിടെ എവിടെയാണ് മാതൃത്വം? അവിടെ മാതൃത്വമുണ്ട്. 5 മക്കളുണ്ട്. ആ 5 മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ ശ്രമിക്കുന്നുണ്ട്. അത് മൂത്ത പുത്രനോടാണോ ചോദിക്കുക? പുത്രഭിക്ഷയാണ് യാചിക്കുന്നത്. മൂത്ത പുത്രനോട് പുത്രഭിക്ഷ യാചിക്കുന്നു. എന്നാൽ ഗാന്ധാരി ഒരു മക്കൾക്ക് ഹിതമായത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രിയം, മക്കളെ പ്രീതിപ്പെടുത്താൻ ഒന്നും ചെയ്യുന്നില്ല. യുദ്ധത്തിന് അനുഗ്രഹം മേടിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് യഥോ ധർമ്മസ്തോ ജയ എന്നാണ്. അല്ലാതെ മക്കൾ പോയി ജയിച്ചു വരട്ടെ എന്നല്ല. ഒരു അമ്മയ്ക്ക് കുന്തിക്കറിയാം ധർമ്മം ഏതു പക്ഷത്തുണ്ടെന്ന് കുന്തിക്കറിയാം. അതുകൊണ്ട് കുന്തിക്കറിയാം തന്റെ മക്കൾ തന്നെ ജയിക്കുമെന്ന്. അതുകൊണ്ടാണ് കുന്തി അങ്ങനെ ഒരു ഉപദേശം നൽകി വിടുന്നില്ല. കാരണം നിങ്ങൾ ജയിച്ചു വരുമെന്ന് കുന്തിക്ക് നല്ല ഉറപ്പുണ്ട്. തന്റെ മക്കൾ നല്ല രീതിയിൽ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുന്തി കർണന്റെ അടുത്ത് പോയി പുത്രഭിക്ഷ യാചിക്കുന്നു? പുത്രഭിക്ഷ യാചിക്കുന്നത് കർണ നിനക്ക് താഴെ 5 സഹോദരന്മാരുണ്ട്. അത് മനസ്സിലാക്കി അവരുടെ ജീവഹാനിക്കോ നിന്റെ ജീവഹാനിക്കോ അങ്ങനെയൊന്നും വരുത്താതെ അവരുടെ പക്ഷത്ത് പോയി ചേരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കർണൻ ശപഥമെടുത്തിട്ടുണ്ട്. ദുര്യോധനന്റെ വൈഷ്ണവയജ്ഞം കഴിഞ്ഞിട്ട് കർണൻ ശപഥമെടുത്തിട്ടുണ്ട്. ഞാൻ മദ്യം കഴിക്കില്ല, മാംസം കഴിക്കില്ല, അർജുനനെ കൊല്ലാണ്ട് ഞാൻ മാംസവും മദ്യവും കഴിക്കില്ലെന്ന് ശപഥമെടുത്തിട്ടുണ്ട്. പിന്നെ ദാനം ചെയ്യും, എന്തും ദാനം ചെയ്യും. ദാനം ചെയ്യുന്നത് ഇവിടെ ഒരു വിഷയമാണോ? ഈ കുന്തിക്ക് മാതൃത്വം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കുന്തിക്ക് തന്നെയാണ് മാതൃത്വം. കുന്തിക്കാണോ ഗാന്ധാരിക്കാണോ എന്ന് പറയുമ്പോൾ കുന്തിക്ക് തന്നെയാണ്. കാരണം ഗാന്ധാരി 100 മക്കളുടെ അമ്മയായിരുന്നു. ഗാന്ധാരി 100 മക്കളുടെ അമ്മയായിരുന്നു. 100 അല്ല, 101. ഒരു പുത്രി ഉണ്ടായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? അവരെ നല്ല രീതിയിൽ ഉപദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഉപദേശം നൽകുന്നത് കൊണ്ട് മാത്രം ഒരു നല്ല ഉപദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല.
നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഗാന്ധാരിയുടെ ഉദ്ദേശം, ഗാന്ധാരിയുടെ ഉത്തരവാദിത്തം തന്നെയായിരുന്നു. മാത്രമല്ല ഭർത്താവ് അന്ധനാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം കണ്ണ് അടച്ചു മൂടി കെട്ടിയെന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും സ്വന്തം കണ്ണടച്ച് ഒരു മിനിറ്റ് കൂടിയുണ്ട്. സ്വന്തം കണ്ണടച്ച് കെട്ടിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സുഖ സൗകര്യങ്ങൾ ത്യജിക്കുക എന്ന പാഠമായിരുന്നു മക്കൾക്ക് വേണ്ടി ഗാന്ധാരി മക്കളെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ മക്കള് കണ്ണാവുകയാണ്. ഭർത്താവിന് കണ്ണില്ല എങ്കിൽ ആ കണ്ണാവുകയാണ് ഗാന്ധാരി ചെയ്യേണ്ടത്. ഒരു മക്കളെ വളർത്തുവാൻ ഉൾക്കാഴ്ച മതി, കണ്ണ് വേണമെന്നില്ല. ഗാന്ധാരിക്ക് ശ്രവണകുമാരന്റെ മാതാവും പിതാവും അന്ധന്മാരായിരുന്നു. അല്ല, നിങ്ങൾക്ക് പറയാനുള്ള ആ പോയിന്റ് തീർക്കാം. അതുകൊണ്ട് എന്താണ്, അന്ധന്മാരായാലും സ്വന്തം പുത്രന്മാർ നല്ല വഴിയിലായിരുന്നു. വൈശ്രവണല്ല, ശ്രവണകുമാരൻ നേർവഴിയിലായിരുന്നു. നേർവഴിയിലായി ഒരാളെ